ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്മാറിയെന്നത് അടവ് നയമെന്ന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ പ്രസംഗം ചർച്ചയാകുന്നു. ഭാരതത്തിലെ മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളാണെന്ന നിലപാടിൽ മാറ്റമുണ്ടോ എന്നും ഈമാൻ കാര്യങ്ങൾ 5 എന്ന് പറഞ്ഞത് പിൻവലിക്കാൻ തയ്യാറുണ്ടോ എന്നുമാണ് കാന്തപുരം ചോദിക്കുന്നത്. മൗദൂദിയുടെ ആശയത്തെ അല്ല പിന്തുടരുന്നത് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിൻവാങ്ങുമോ എന്നുമാണ് സുന്നി സംഘടനകളുടെ ചോദ്യം. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നിലപാട് അത് ഏറെ വിവാദമാകുന്നു. മുസ്ലിം സംഘടനകൾക്കിടയിൽ തന്നെ അത് വലിയ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. ഈ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനങ്ങളൊക്കെ സുന്നി ഐക്യത്തെ അല്ലെങ്കിൽ മുസ്ലിം ഐക്യത്തെ തകർക്കുവാൻ വേണ്ടി രൂപം കൊണ്ടതാണ് എന്നൊരു പ്രസ്താവനയാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൽ SYSന്റെ പ്രസംഗത്തിൽ അല്ലെങ്കിൽ പരിപാടിയിൽ അദ്ദേഹം പ്രസംഗിച്ചത്. അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയായാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു പതിപ്പ് തന്നെയാണ് ഭാരതത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച ചർച്ചകളും കാര്യങ്ങളും ഒക്കെ സജീവമാണ്. ആഗോളതലത്തിലുള്ള തീവ്രവാദ നിലപാടുകൾ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി എല്ലാ രാജ്യത്തും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും അനുവർത്തിച്ചു പോകുന്നത്. അത്തരത്തിലുള്ള ആശയ വ്യതികൾ മുസ്ലിം സമുദായത്തിനകത്ത് ഭിന്നതയും ഛിദ്രതയും ഉണ്ടാക്കുവാൻ ഉടലെടുക്കും അല്ലെങ്കിൽ അതിന് കാരണമാകും എന്ന രീതിയിലുള്ള പരാമർശമാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ഉന്നയിക്കുന്നത്. അതായത് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം അവരുടെ മുസ്ലിം മതരാഷ്ട്രവാദത്തിൽ പിൻവാങ്ങിയെന്ന് പറയുമ്പോഴും, അതായത് 2019 അവർ അവരുടെ ഭരണഘടന പരിഷ്കരിച്ചുവെന്നും 2019 ശേഷം ഇസ്ലാം ഭരണം വേണമെന്നൊരു കാര്യം തങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നില്ല എന്നും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീറായിട്ടുള്ള മുജീബ് റഹ്മാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലൊരു കാര്യം മുന്നോട്ടേക്ക് വെക്കുമ്പോഴും അവരുടെ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളൊക്കെ രാജ്യത്ത് ഇസ്ലാമിക ഭരണം വേണമെന്ന കാഴ്ചപ്പാടോടുകൂടിയും താല്പര്യത്തോടുകൂടിയും മാത്രമാണ് നടപ്പിലാകുന്നത്. അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇസ്ലാം മതരാഷ്ട്രവാദത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ളതാണ് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ വിമർശനമാണ് കാന്തപുരം മുന്നോട്ടേക്ക് വെക്കുന്നത്. ഈ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ജമാഅത്ത് പ്രസ്ഥാനങ്ങളൊക്കെ സുന്നി ഐക്യത്തെ തകർക്കുവാൻ വേണ്ടി മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നതയും ഛിദ്രതയും ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും പ്രവർത്തിക്കുന്നത് എന്നൊരു കാര്യം പ്രധാനമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്നു. 2019 ഈ രീതിയിൽ മതരാഷ്ട്രവാദത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിന്നോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിനുശേഷവും ഇവരുടെ ഷൂറ അംഗം എന്ന് പറഞ്ഞാൽ കൂടിയാലോചനാ സമിതി എന്നാണ് ഷൂറ എന്ന് പറഞ്ഞാൽ അർത്ഥം. കൂടിയാലോചനാ സമിതി അംഗങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ മതരാഷ്ട്രവാദം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു മുസ്ലിമിന്റെ ഈമാം കാര്യങ്ങൾ നടപ്പിലാവുകയുള്ളൂ, അതിനു വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തിയിരുന്നു. അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടുമുള്ള കാര്യങ്ങളിൽ ഈ സമസ്ത വിഭാഗം എ.പി. നേതാവായിട്ടുള്ള കാന്തപുരം ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുന്നുണ്ട്. ഒന്ന് ഈ പറഞ്ഞതുപോലെ ഈ മതരാഷ്ട്രവാദത്തിൽ നിന്ന് ഈ ജമാഅത്തെ ഇസ്ലാമി പിൻവാങ്ങിയോ എന്ന ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ പിൻവാങ്ങി എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്ന മൗദൂദിയുടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനാണ് മൗദൂദി, മൗദൂദി എന്ന് പറയുന്ന വ്യക്തിയാണ് 1940കളിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നത്. ആ മൗദൂദിയുടെ പ്രസിദ്ധീകരണങ്ങൾ എന്തുകൊണ്ടാണ് പിൻവലിക്കാത്തത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ വിശ്വാസപരമായ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈമാൻ കാര്യങ്ങൾ, വിശ്വാസപരമായിട്ടുള്ള മുസ്ലിം ഇസ്ലാം സമുദായത്തിലെ കാര്യങ്ങളെയാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുക. ആ ഈമാൻ കാര്യങ്ങൾ 6 എന്നാണ് ഈ സുന്നി സംഘടനകളൊക്കെ പറയുന്നത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പറയുന്നു അത് 5 ആണ് എന്ന്. ഇത്തരത്തിലുള്ള ഭിന്നതകളൊക്കെ ഈ 2 സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അതൊക്കെ പിന്തള്ളിക്കൊണ്ട് അത് ഈമാൻ കാര്യങ്ങൾ 6 ആണ് എന്ന് പറയാൻ വേണ്ടി തയ്യാറാകുമോ എന്ന കാര്യങ്ങളൊക്കെ ഈ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പാകിസ്ഥാനിലെ മുസ്ലിങ്ങളെ കല്യാണം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കല്യാണം കഴിക്കാൻ പാടില്ല. കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ മുസ്ലിങ്ങളല്ല എന്നൊരു കാഴ്ചപ്പാടാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. ആ വക കാര്യങ്ങളിൽ നിന്നൊക്കെ ഇവർ ജമാഅത്തെ ഇസ്ലാമി പിൻവാങ്ങി എന്നൊരു കാര്യം ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തെ സംബന്ധിച്ച ചർച്ചകളും കാര്യങ്ങളും ഒക്കെ സജീവമാണ്. ഇത്തരത്തിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അവരെ അമുസ്ലിങ്ങളായി പരിഗണിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും മതരാഷ്ട്രവാദമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആശയമെന്നും പറയുന്ന ഒരു സംഘടനയുമായിട്ട് ഇടതു വലത് മുന്നണികൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ സഖ്യമുണ്ടാക്കുകയും വോട്ട് വാങ്ങുകയും ചെയ്ത സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള വിവാദവും ചർച്ചയും ഒക്കെ ആയിരുന്നു. വളരെ വ്യക്തമാണ്. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി നടത്തിയ പരാമർശം അല്ലെങ്കിൽ ആ പ്രസംഗം മുസ്ലിം സംഘടനകൾക്കിടയിൽ തന്നെ വലിയ വിവാദങ്ങൾ ഉയർത്തുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ.